നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി മങ്ങാട്ടുകോല ബസ് സ്റ്റാൻഡിൽ നിന്നും ന്യൂമാൻ കോളേജിലേക്ക് ലഹരി വിരുദ്ധ സന്ദേശ റാലിയും ന്യൂമാൻ കോളേജ് ഹാളിൽ വെച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും നടത്തി. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരിക്കായി വേദന സംഹാരികൾ തേടി യുവാക്കൾ. ക്യാൻസർ ബാധിതർക്ക് നൽകുന്ന വേദന സംഹാരി ഗുളികകൾ ഉപയോഗിച്ച യുവാക്കൾ പിടിയിൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇടുക്കി നെടുങ്കണ്ടം പോലീസ് നടത്തിയ പരിശോധനയിലാണ് 3 യുവാക്കൾ പിടിയിലായത്. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. നിയമസഭാ ചീഫ് അബു ജോൺ ജോസഫ് MLA തീ തെളിയിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ക്ലബ് ഓഫ് LA തൊടുപുഴയുടെ സ്ഥാനാരോഹണ ചടങ്ങും സർവീസ് പ്രോജക്ട് ഉദ്ഘാടനവും നടത്തി. സ്ഥാനാരോഹണ ചടങ്ങിന്റെ ഉദ്ഘാടനം LCF ഏരിയ ലീഡർ അഡ്വക്കേറ്റ് V അമർനാഥ് നിർവഹിച്ചു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ വിപുലമായ രീതിയിൽ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസിയ ST ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി മങ്ങാട്ടുകോല ബസ് സ്റ്റാൻഡിൽ നിന്നും ന്യൂമാൻ കോളേജിലേക്ക് ലഹരി വിരുദ്ധ സന്ദേശ റാലിയും ന്യൂമാൻ കോളേജ് ഹാളിൽ വെച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണ സദസ്സും നടത്തി. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A നസീം, സിനിമാ താരം ആസിഫ് അലി, തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ നിന്നും ന്യൂമാൻ കോളേജിലേക്ക് ലഹരി വിരുദ്ധ സന്ദേശ റാലി നടത്തിയത്. തുടർന്ന് ന്യൂമാൻ കോളേജ് ഹാളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സദസ്സും നടത്തി. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ലഹരി വിരുദ്ധ സന്ദേശവും നൽകി. ലഹരിക്കടിമപ്പെട്ട ജീവിതങ്ങൾ എങ്ങനെയാണ് തകരുന്നതെന്ന് ഒരു പരിധിവരെ നേരിട്ട് കണ്ട അനുഭവമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എഞ്ചിനീയറിംഗിന് കോയമ്പത്തൂർ പഠിക്കുമ്പോൾ അന്ന് ഇതുപോലെയൊന്നും ഡ്രഗ്സ് ഒന്നും നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ടില്ല. പക്ഷെ അന്ന് എൻ്റെ സീനിയറായിട്ട് പഠിച്ച 1-2 പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ശോചനീയമാണ് കാഴ്ച. നമ്മൾ ഈ മദ്യത്തിന് അടിപ്പെട്ടു പോയ ആളുകൾക്കുള്ള ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ നമ്മുടെ ഈ തൊടുപുഴയിലുണ്ട്. ഒരു മദ്യാസക്തി കൂടെ ഒരാളെ നമ്മളെ അവിടെ ഒരു മാസത്തെ പ്രോഗ്രാമിന് ചേർത്താൽ ഈ മദ്യത്തിൽ നിന്ന് മോചനം നേടുന്ന ആളുകളുടെ ശതമാനം ഏതാണ്ട് 60-65%. ഒരു ഡ്രഗ് അഡിക്റ്റ്, ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരാള് ഇന്ന് കേരളത്തിൽ പരിമിതമായുള്ള നമ്മുടെ ഈ സൗകര്യങ്ങളിൽ ഒരു ഡി അഡിക്ഷൻ പ്രോഗ്രാമിൽ 1 മാസം പോയി നിന്നാൽ അതിൽ നിന്ന് മുക്തി ലഭിക്കുന്ന ആളുകളുടെ ശതമാനം കേവലം 2%. ഏത് ഡി അഡിക്ഷൻ സെന്ററിൽ പോയാലും അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ അവർ വീണ്ടും ഉപയോഗത്തിലേക്ക് തിരിച്ചു പോകുന്നു. അത്രയ്ക്ക് ഭീകരമാണ് ഈ അഡിക്ഷന്റെ അവസ്ഥ എന്ന് പറയുന്നത്. റാലിയിൽ കോളേജ് വിദ്യാർത്ഥികളും യുവതി യുവാക്കളും പൊതുജനങ്ങളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും അധ്യാപകരും പങ്കെടുത്തു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A നസീം IPS യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു. കൂടുതലായി പുറത്തേക്ക് കാണാതെ മഞ്ഞിൽ അവർ കുത്തിവെക്കും എസ്കിമോകൾ. അതുവഴി കടന്നു വരുന്ന എസ്കിമോകൾ രക്തം കണ്ട് രക്തം കുടിക്കാൻ തുടങ്ങുകയും ആ കുന്തമുനയിൽ കൊണ്ട് ആ ധ്രുവക്കരടികളുടെ നാക്കുമുറിയിലും ആ ഹിമക്കരടികളുടെ തന്നെ പുറത്തേക്ക് വരുന്ന രക്തത്തെ വീണ്ടും 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 കുടിച്ച് അവസാനം സ്വന്തം ജീവരക്തമാണ് താൻ കുടിക്കുന്നതറിയാതെ ബോധം കെട്ട് താഴെ വീഴുമ്പോൾ പതിയിരിക്കുന്ന എസ്കിമോകൾ വന്ന് ആ ധ്രുവക്കരടികളെ പിടിച്ചുകൊണ്ടു. സിനിമാ താരം ആസിഫ് അലി വിശിഷ്ട അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. സിനിമ ഒരുപാട് പേരെ വഴിതെറ്റിക്കുന്നുണ്ട് എന്നൊരു സംസാരമുണ്ട്. തീർച്ചയായിട്ടും ഞാനത് അംഗീകരിക്കുന്നു. സിനിമയിൽ കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്ന്
തുറന്ന് സമ്മതിച്ചേ പറ്റുള്ളൂ. എങ്കിലും ഒരു കാര്യം പറയട്ടെ, സിനിമയിൽ കാണിക്കുന്നത് ഒരു സംവിധായകനും ഒരു തിരക്കഥാകൃത്തും ഒരു നടനും അവർ ആലോചിച്ച് ഒരു പ്രത്യേക പ്രൊപ്പഗണ്ടയുടെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ല. അത് സമൂഹത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി കുട്ടികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ ഇടുക്കി ജില്ലാ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി മുഹമ്മദ് റിയാസ്, ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മുഹമ്മദ് അൻഷാദ്, രാജീവ് ഭാസ്കർ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി എ സലിംകുട്ടി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. തൊടുപുഴ ഡിവൈഎസ്പി പി എം ബൈജു നന്ദി രേഖപ്പെടുത്തി. മറ്റ് നിരവധി വ്യക്തികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കലാകാരൻ മണ്ഡലം പഞ്ചായത്ത് പ്രസിഡന്റ് ജോഫി മാത്യു, കരിമന്നം ശക്തി പോരല്ലോ, നല്ലൊരു കൈ കുട്ടികളുള്ളത്. ലഹരിക്കായി വേദന സംഹാരികൾ തേടി യുവാക്കൾ. ക്യാൻസർ ബാധിതർക്ക് നൽകുന്ന വേദന സംഹാരി ഗുളികകൾ ഉപയോഗിച്ച യുവാക്കൾ പിടിയിൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇടുക്കി നെടുങ്കണ്ടം പോലീസ് നടത്തിയ പരിശോധനയിലാണ് 3 യുവാക്കൾ പിടിയിലായത്. വേദന സംഹാരി ഗുളികകൾ കുത്തിവെച്ചാണ് ഇവർ ലഹരി കണ്ടെത്തിയിരുന്നത്. നെടുങ്കണ്ടം പുതുകിൽ പ്രാഞ്ചി എന്ന ഫ്രാൻസിസ്, ചിറക്കുന്നേൽ അൻസിൽ, മഞ്ഞപ്പാറ മന്നിക്കൽ ജസ്മിൻ എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ രാത്രിയിൽ നെടുങ്കണ്ടം ഉമ്മാക്കട ഭാഗത്ത് റോഡരികിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഫ്രാൻസിസും അൻസലും നിൽക്കുന്നത് കണ്ടതിനെ തുടർന്ന് പോലീസ് വിശദമായ പരിശോധന നടത്തുകയായിരുന്നു. ഇവരുടെ പക്കലുണ്ടായിരുന്ന കവറിൽ നിന്നും ടാബ്ലറ്റുകളും സിറിഞ്ചുകളും അടങ്ങിയ പാക്കറ്റുകളും കപ്പളത്തിന്റെ തണ്ട് ഘടിപ്പിച്ച കുപ്പികളും കണ്ടെടുത്തു. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. കീമോതെറാപ്പിക്ക് ശേഷം ക്യാൻസർ ബാധിതർക്ക് നൽകാറുള്ള വേദന സംഹാരി ഗുളികകൾ വിവിധ രീതിയിൽ ലയിപ്പിച്ച ശേഷം ശരീരത്തിലേക്ക് കുത്തിവെച്ച് ലഹരി കണ്ടെത്തുകയായിരുന്നു യുവാക്കൾ. ഇതിനായി വേദന കുറഞ്ഞ ഇൻസുലിൻ ഇഞ്ചക്ഷൻ സിറിഞ്ചുകളാണ് ഉപയോഗിച്ചിരുന്നത്. കവറിൽ നിന്നും കണ്ടെടുത്ത സിഗരറ്റ്, ബീഡി എന്നിവയിൽ കഞ്ചാവ് നിറച്ചിട്ടുള്ളതായും കണ്ടെത്തി. പ്ലാസ്റ്റിക് കുപ്പിയിൽ കപ്പളത്തിന്റെ തണ്ട് ഘടിപ്പിച്ച് കഞ്ചാവ് കത്തിച്ച് വലിക്കുന്നതായും യുവാക്കൾ പറഞ്ഞു. വേദന സംഹാരി കുത്തിവെച്ച ശേഷം ഇങ്ങനെ കഞ്ചാവ് വലിച്ചാൽ 2 ദിവസത്തോളം ലഹരി നിൽക്കും. കട്ടപ്പനയിലെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നുമാണ് ഈ ഗുളിക ഇവർ വാങ്ങിയത്. ദിവാകർ എന്നയാളാണ് 22,000 രൂപ നൽകി ഈ ഗുളിക വാങ്ങുവാൻ ഇവരെ പറഞ്ഞയച്ചതെന്നും പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ദിവാകറിനായുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചു. ഇന്ന് ഞങ്ങൾ നെടുങ്കണ്ടം പച്ചടി, ചിന്നപ്പച്ചടി ഭാഗങ്ങളിൽ വാഹനാപരിശോധന നടത്തിയിരിക്കുന്നു. അപ്പോൾ ആദ്യം ബൈക്കിൽ വന്ന് ഒരു സംശയം ഒരാൾ വന്ന് ഒരു പരിങ്ങനെ കണ്ട് ചെക്ക് ചെയ്തപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് കുറച്ച് കഞ്ചാവ് കിട്ടിയുണ്ടായി. അത് ചോദിച്ചപ്പോൾ ആൾ വലിക്കാനുള്ള ഒരു കൈവശം വയ്ക്കാനുള്ള അധികാരപത്രങ്ങളൊന്നും ഇല്ലാണ്ട് ആൾ നമ്മൾ അവിടെ പിടിച്ച് നിർത്തി. അതിനുശേഷം വീണ്ടും അടുത്ത് വന്ന മറ്റൊരു വണ്ടിയിൽ പരിശോധിച്ചപ്പോൾ അവരുടെ കയ്യിൽ ഒരു കവർ കണ്ടു. ആ കവർ പരിശോധിച്ചപ്പോഴാണ് അതിനകത്ത് ഇത്തരത്തിലുള്ള സിറിഞ്ചും മെഡിസിൻ കണ്ടത്. അത് ഷെഡ്യൂൾഡ് ഡ്രഗ്സ് ആണോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അവരുടെ കയ്യിൽ നിന്നും കുറച്ച് കഞ്ചാവ് വിൽപ്പനയ്ക്കായിട്ടുള്ള കുറച്ച് കഞ്ചാവ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധന ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ ടീം ആ ഭാഗങ്ങളിൽ തന്നെ പരിശോധന നടത്തുന്നുണ്ട്. ഇനിയും ഇത്തരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇന്ന് തന്നെ. സമീപ മേഖലയിൽ നിന്നുമാണ് കഞ്ചാവ് കൈവശം വെച്ച് ഉപയോഗിച്ചതിന് മഞ്ഞപ്പാറ മന്നിക്കൽ ജസ്മിനെ പിടികൂടിയത്. ഇയാൾക്കും വേദന സംഹാരി പിടികൂടിയ സംഭവവുമായി ബന്ധമുണ്ടെന്നാണ് നിഗമനം. കൂടുതൽ യുവാക്കൾ ഇത്തരം ലഹരി ഉപയോഗം നടത്തുന്നതായാണ് സൂചന. ഞാൻ അവിടെ നിന്ന് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവനെ പറഞ്ഞു വണ്ടിക്ക് പോകണ്ട, നമുക്ക് വാങ്ങാറില്ല, പണ്ടൊക്കെ വാങ്ങുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും ബിരുദതലത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും ആദരിക്കുന്നതിനായി മെറിറ്റ് ഡേ 2026 സംഘടിപ്പിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA തിരി തെളിയിച്ചുകൊണ്ട് യോഗത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു.
കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും ബിരുദതലത്തിൽ ഉന്നത വിജയം നേടിയവരെയും ആദരിക്കുന്നതിന് വേണ്ടിയാണ് മെറിറ്റ് ഡേ 2026 സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് അനുമോദന ചടങ്ങുകൾ നടത്തിയത്. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും പ്രതിഭാ സംഗമത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. എല്ലാ മേഖലകളിലും ഒരു പ്രതിഭാ സംഗമത്തെ സംബന്ധിക്കുമ്പോൾ 100-ലധികം കുട്ടികളാണ് ഓരോ മേഖലകളിലും ഫുൾ A+ ഒക്കെ വാങ്ങി എൻ്റെ മുന്നിൽ ഞാൻ കാണുന്നത്. മിടുക്കന്മാരും മിടുക്കികളുമൊക്കെ പഠിത്തം കഴിഞ്ഞ് പകുതിയിലധികം പേര് നമ്മുടെ രാജ്യം വിട്ടുപോകും. ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താണ്. നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള നിർമ്മിതിയിൽ നമ്മുടെ പ്രതിഭകൾ ഭാഗമാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം. തുടർന്ന് അദ്ദേഹം ഗാനാലാപനം നടത്തുകയും ചെയ്തു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീന സോജൻ സ്വാഗതം ആശംസിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട്, കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗൗരി സുകുമാരൻ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ആശംസ നേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലാലു ജോസഫ്, മാത്യു ജോൺ, ജാൻസി മാത്യു, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഷാജൻ ജെയിംസ്, ഷൈനി ജോയ്, മാത്യു തോമസ് തുടങ്ങിയവരും ഗ്രാമപഞ്ചായത്തിലെ മറ്റ് ജനപ്രതിനിധികളും ആശംസകൾ നേർന്നു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ചടങ്ങിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മല്ലിക KL നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നെല്ലിമരത്ത് വീണ്ടും വാഹന അപകടം. കോതമംഗലം ഭാഗത്തുനിന്ന് വരികയായിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് തെന്നിമാറി എതിർദിശയിലെ വീടിന്റെ മതിലിടിച്ച് തകർത്ത് മുറ്റത്തേക്ക് പതിച്ചാണ് അപകടമുണ്ടായത്. പ്രദേശത്ത് ആൾ സഞ്ചാരമില്ലാത്തതുകൊണ്ട് വൻ ദുരന്തം വഴിമാറി. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ ഇതേ സ്ഥലത്ത് അടുത്തടുത്ത ദിവസങ്ങളിൽ 2 KSRTC ബസ്സുകൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് വൈദ്യുത പോസ്റ്റുകൾ ഇടിച്ചു തകർത്ത് അപകടം സംഭവിച്ചിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ദേശീയപാത നവീകരണത്തിനിടയിൽ വിവിധ അപകടങ്ങളിലായി പള്ളിത്താഴം പ്രദേശത്ത് കരിക്കു വിൽപ്പനക്കാരിയടക്കം 2 സ്ത്രീകൾ ഉൾപ്പെടെ 7ഓളം ജീവനുകളാണ് പൊലിഞ്ഞത്. ചെറുതും വലുതുമായി പരിക്കുകൾ പറ്റിയ സംഭവങ്ങളും നിരവധി. ഇതിനു പുറമെയാണ് ഈ അപകടവും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കോതമംഗലം ഭാഗത്തുനിന്ന് വരികയായിരുന്ന ദോസ്ത് ഗുഡ്സ് വാഹനം നിയന്ത്രണം വിട്ട് തെന്നിമാറി എതിർദിശയിലെ വീടിന്റെ മതിലിടിച്ച് തകർത്ത് മുറ്റത്തേക്ക് പതിക്കുകയായിരുന്നു. പ്രദേശത്ത് ആൾസഞ്ചാരമില്ലാത്തതുകൊണ്ട് വൻ ദുരന്തം വഴിമാറി. ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണം മൂലം മഴ പെയ്താൽ കുത്തുകുഴി പള്ളിത്താഴത്ത് വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് തെന്നിമാറി അപകടങ്ങൾ തുടർച്ചയാവുകയാണ്. രക്ഷാപ്രവർത്തനം നടത്തി ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും വലഞ്ഞു. അപകടങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് നിലവിലെ നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സജി മൈലാടിക്ക് ഭക്തിഗാന രചനയിൽ പുരസ്കാരം. മാതാവിന്റെ അവദാനങ്ങൾ വാഴ്ത്തിയുള്ള സംഗീത രചനയ്ക്കാണ് കോട്ടയം എവർഗ്രീൻ സംഗീത ഗ്രൂപ്പിന്റെ അംഗീകാരവും പുരസ്കാരവും ലഭിച്ചിരിക്കുന്നത്. ലോക സംഗീത ദിനത്തോടനുബന്ധിച്ച് കുറവിലങ്ങാട് നടന്ന സംഗീത ദിശയിൽ വെച്ച് മന്ത്രി മോൻസ് ജോസഫിൽ നിന്നും സജി മൈലാടി പുരസ്കാരം ഏറ്റുവാങ്ങി. തൊടുപുഴ പന്നിമറ്റം സ്വദേശിയാണ് സജി മൈലാടി. ഉൾവിളി പോലെ മനസ്സിൽ നിറയുന്ന കവിതാശകലങ്ങൾ ഭക്തർക്ക് അതീവ ഹൃദ്യമാണെന്നതാണ് അദ്ദേഹത്തിന്റെ കവിതയുടെ സവിശേഷത. കൂടാതെ മദർ തെരേസ ഇടവകപ്പള്ളിയിലെ ജൂബിലിക്കായിരിക്കട്ടെ ജൂബിലി ജൂബിലി എന്ന ഗാനവും അതീവ ഹൃദ്യമാണ്. മദർ തെരേസ എന്ന് പറഞ്ഞ പുണ്യവതി മരിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പാട്ട് റിലീസായി. എന്നോട് വന്ന് പീറ്റർ എന്ന് പറഞ്ഞ പുള്ളി ഒരു പാട്ട് എഴുതാമോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ എഴുതി. അന്ന് തന്നെ പുള്ളി അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു കാസറ്റിലേക്ക് അതിറക്കി. അഗതികൾക്കമ്മേ മദർ തെരേസയെ വിശ്വത്തിൻ ദീപമായി തീർന്നവളെ, ക്രിസ്തീയ ജീവിത ചൈതന്യമെന്തെന്ന് സേവനത്താൽ കാട്ടിത്തന്നവളെ, നിൻ മഹത്വം ഞങ്ങൾ ഓർത്തിടുന്നു, നിൻ പുകളെന്നും പാടിടുന്നു. അങ്ങനെയാണത് എഴുതിപ്പെടുന്നത്. അഗതികൾക്കമ്മേ മദർ തെരേസേ, വിശ്വത്തിൻ ദീപമായി തീർന്നവളെ, അഗതികൾക്കമ്മേ മദർ തെരേസേ, വിശ്വത്തിൻ ദീപമായി തീർന്നവളെ. സജിയുടെ ഏറ്റവും പുതിയ കവിതകളാണ് അവാർഡിനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ലോക സംഗീത ദിനത്തോടനുബന്ധിച്ച് കുറവിലങ്ങാട് നടന്ന സംഗീത നിശയിൽ വെച്ച് ജലസേചന വകുപ്പ് മന്ത്രി മോൻസ് ജോസഫിൽ നിന്നും സജി മൈലാടി കോട്ടയം എവർഗ്രീൻ സംഗീത ഗ്രൂപ്പിന്റെ അംഗീകാരവും പുരസ്കാരവും ഏറ്റുവാങ്ങി.
ഈ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ഏറ്റവും മധുരമുള്ളതാവട്ടെ എന്ന് ആശംസിക്കുന്നു. Such a blessed moment. കുറവലങ്ങാട് അവിടെ ഒരു ക്ലബ്ബാണ്, ഒരു സംഗീത ഗ്രൂപ്പാണ്. അത് ഏറ്റവും നല്ല സംഗീത രചയിതാവിനുള്ള അവാർഡാണ് കിട്ടിയത്. അത് ആരാധനയുടെ സമയമായി എന്ന പാട്ടും അഗതികൾ കമ്മി മദർതെരേസ എന്നുള്ള പാട്ടും നോക്കിയിട്ടാണ്. അന്ന് നമ്മുടെ ജലസേന വകുപ്പ് മന്ത്രി മോൻസി ജോസഫാണ് തന്നത്. ചടങ്ങിൽ KG പീറ്റർ, ജോസ് കുറുവിലങ്ങാട്, ബേബി ജോൺ കലയന്താനി, ജിനോ കുന്നുപുറം എന്നിവരും പങ്കെടുത്തു. ആരാധനയുടെ സമയമായി, ആരാധ്യനാഥന്റെ സാന്നിധ്യമായി, ദുഃഖങ്ങൾ, ഭാരങ്ങൾ, രോഗാദി പീഡകൾ എല്ലാം തിരുമുൻപിൽ അർപ്പിച്ചിടാം. ദുഃഖങ്ങൾ, ഭാരങ്ങൾ, രോഗാദി പീഡകൾ എല്ലാം തിരുമുൻപിൽ അർപ്പിച്ചിടാം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ലയൺസ് ക്ലബ് ഓഫ് എലൈറ്റ് തൊടുപുഴയുടെ സ്ഥാനാരോഹണ ചടങ്ങും സർവീസ് പ്രോജക്ട് ഉദ്ഘാടനവും നടത്തി. സ്ഥാനാരോഹണ ചടങ്ങിന്റെ ഉദ്ഘാടനം LCF ഏരിയ ലീഡർ അഡ്വക്കേറ്റ് V അമർനാഥ് നിർവഹിച്ചു. സർവീസ് പ്രോജക്ട് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PA സലീംകുട്ടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഡോക്ടർ VN ഷാജി അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ എലൈറ്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് LCF ഏരിയ ലീഡർ അഡ്വക്കേറ്റ് V അമർനാഥ് നിർവഹിച്ചു. നമ്മുടെ ജനങ്ങളിലേക്ക് നമ്മളൊരു വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മൾ കാത്തുസൂക്ഷിക്കുന്നത് റൈറ്റ് ഫ്രം ദ ക്ലബ് ലെവലാണ്. കാര്യം ഒരു ആവശ്യം വന്നാൽ, ഒരു ലയൺസ് ക്ലബിനെ സമീപിച്ചാൽ ആ ക്ലബ്ബ് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കും എന്ന ഒരു വിശ്വാസം ജനങ്ങളിലുള്ളതുകൊണ്ടിട്ടാണ് അത് വരുന്നത്. 154 ഓട്ടോറിക്ഷകൾ നമ്മൾ വുമൻ എംപവർമെൻറ്റ് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തിൻ്റെ ഭാഗമായി സ്ത്രീകൾക്ക് വിതരണം ചെയ്യുന്ന ഒരു പ്രോജക്റ്റിന് നമ്മൾ രൂപം കൊടുത്തു. ആ പ്രോജക്റ്റ് എൻ്റെ മനസ്സിൽ ഞാൻ 100 ഓട്ടോറിക്ഷകളാണ് എൻ്റെ മനസ്സിൽ ഞാൻ കരുതിയിരുന്നത്. സർവീസ് പ്രോജക്റ്റിന്റെ ഉദ്ഘാടനം തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PA സലീംകുട്ടി നിർവഹിച്ചു. ഉപബോധ മനസ്സിലാണ് ദൈവം, ബോധ മനസ്സിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അപ്പോൾ ഉപബോധ മനസ്സിൽ ദൈവമുള്ളവന് മാത്രമേ ഉള്ളൂ മനുഷ്യനെ പോലെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അത് ആവശ്യമുള്ള എൻ്റെ കയ്യിലുണ്ട്. കാരണം എന്ത് പറയുമ്പോഴും ചെയ്യുമ്പോഴും അറിയാതെ അത് ശരിയാണോ തെറ്റാണെന്ന് പറയാൻ അറിയാതെ അപ്പം അതിൽ നിന്ന് ഒഴിവായി പോകും. ബോധ മനസ്സിൽ മാത്രം ജീവിക്കുന്നവരാണ് മെജോറിറ്റി ആളുകൾ. അപ്പോൾ ബന്ധങ്ങളും അപ്പോൾ സുഹൃത്തുക്കളും. ചടങ്ങിൽ ഡോക്ടർ VN ഷാജി അധ്യക്ഷത വഹിച്ചു. 2026-2027 വർഷത്തേക്കുള്ള ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി PN രാജീവൻ, സെക്രട്ടറിയായി അനീഷ് N ജോസഫ്, ട്രഷററായി ബൈജു ശിവരാമൻ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. വനിതാ ഫോറം പ്രസിഡന്റായി സിൽജ ബാബുവും, സെക്രട്ടറിയായി ജിത്തു ബൈജുവും, ട്രഷററായി നീതു ഷിജുവും തെരഞ്ഞെടുക്കപ്പെട്ടു. എലൈറ്റ് ക്ലബ് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ എക്സലൻസ് ബിസിനസ് അവാർഡ് 2026 തൊടുപുഴ അക്ഷയ കേറ്ററിംഗ് ഉടമ PA രാജന് സമ്മാനിച്ചു. 25ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഷിജു ഷൈനി ദമ്പതികളെ യോഗത്തിൽ ആദരിച്ചു. യോഗത്തിൽ 2 നിർധന കുടുംബാംഗങ്ങൾക്ക് ധനസഹായം വിതരണം ചെയ്തു. യോഗത്തിൽ റീജിയണൽ ചെയർമാൻ ജെയ്സൺ ജോയ്, ഡിസ്ട്രിക്ട് സ്പോർട്സ് സെക്രട്ടറി സൈജൻ സ്റ്റീഫൻ, അഡ്വക്കേറ്റ് ലിബോ ജോൺ, ജെയിംസ് ടി മാളിയേക്കൽ, ബാബു K ജോർജ്, KV റെജി, എൽദോസ് ഡേവിഡ്, ജെയ്സ് ജോൺ, പത്മകുമാർ S എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണം വിപുലമായ പരിപാടികളോടെ നടത്തി. അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസിയ ST ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരി മുക്ത സമൂഹം സൃഷ്ടിക്കുന്നതിൽ വിദ്യാർത്ഥികളുടെ പങ്കിനെക്കുറിച്ച് കുട്ടികൾക്ക് സന്ദേശവും നൽകി. സ്കൂൾ ഹെഡ്മാസ്റ്റർ സജി മാത്യു അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസ് പുതൂർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. വിമുക്തി മിഷൻ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ഡിജോ ദാസ് വിദ്യാർത്ഥികൾക്കായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ വിവിധ ബോധവൽക്കരണ പരിപാടികളോടെ ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസിയ ST ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരി മുക്ത സമൂഹം സൃഷ്ടിക്കുന്നതിൽ വിദ്യാർത്ഥികളുടെ പങ്കിനെക്കുറിച്ച് സന്ദേശം നൽകുകയും ചെയ്തു. വലിയൊരു കാര്യമാണ്. കാരണം അദ്ദേഹം റിട്ടയർ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ആയിരുന്നു. പിന്നെ ചെറിയ പനിയും ഒക്കെയുണ്ട്. എങ്കിൽ പോലും ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ബോധവൽക്കരണ ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചു. നിങ്ങൾക്ക് വിമുക്തി മിഷൻ പരിപാടിയുടെ ഭാഗമായി വിമുക്തി മിഷൻ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ഡിജോ ദാസ് വിദ്യാർത്ഥികൾക്കായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ, കൗമാരപ്രായക്കാർ നേരിടുന്ന അപകട സാധ്യതകൾ, ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവ അദ്ദേഹം വിശദീകരിച്ചു. നിങ്ങൾക്ക് സംസാരിക്കണം. 8-9 ക്ലാസ്സിലെ കുട്ടികളാണ്. നിങ്ങളാണ് നന്നായി സംസാരിക്കുന്ന പ്രായം.
ഈ പ്രായത്തിലാണ് ഏറ്റവും മികച്ച രീതിയിൽ സംസാരിക്കേണ്ടത്. തെറ്റിപ്പോകുന്നു ഈ സമയത്ത് ഏകദേശം 3/4 മണിക്കൂർ 1 മണിക്കൂർ സമയമാണ് എനിക്കുള്ളത്. ഈ സമയത്ത് ആർക്കും സംസാരിക്കാം. തെറ്റിപ്പോകുന്ന പേടിയില്ല, പേടി വേണ്ട. അതായത് ശരി മാത്രം പറയാനിരിക്കുന്ന കുട്ടികളല്ല നിങ്ങൾ, മനസ്സിലാകുന്നു പറഞ്ഞില്ല. ശരി മാത്രം പറയാനിരിക്കുന്ന കുട്ടികളല്ല, മണ്ടത്തരങ്ങളും പറയേണ്ട പ്രായമാണ്. അതുകൊണ്ട് എന്ത് പറയാം, കാരണം എല്ലാം ശരി പറയാനാണെങ്കിൽ ഇവിടെ വരേണ്ട ആവശ്യമുണ്ടോ, പഠിക്കാൻ വരേണ്ട ആവശ്യമുണ്ടോ? എല്ലാത്തിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ശരിയായിട്ടുള്ള എല്ലാ ഉത്തരവും അറിയാമെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആധികാരികമായ ശരിയായ ഉത്തരങ്ങൾ എനിക്ക് ഉണ്ടായെങ്കിൽ എനിക്ക് പഠിക്കാൻ വരേണ്ട ആവശ്യമുണ്ടോ? ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ സജി മാത്യു അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ സിസ്റ്റർ ലിൻസി SD, അധ്യാപക പ്രതിനിധി സിസ്റ്റർ ബീന മാത്യു, വിദ്യാർത്ഥി പ്രതിനിധി ജോസഫ് ജെ ഇളയിടം എന്നിവർ ആശംസ നേർന്നു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജോസ് പുതൂർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. വിദ്യാർത്ഥികൾ നല്ല ശീലങ്ങളും മൂല്യബോധവും വളർത്തിയെടുത്ത് ലഹരിയില്ലാത്ത ജീവിതം തിരഞ്ഞെടുക്കണമെന്നും കുടുംബവും വിദ്യാലയവും കൈകോർക്കുമ്പോൾ ലഹരിമുക്ത സമൂഹം സൃഷ്ടിക്കാനാകുമെന്നും അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. ദിനാചരണത്തിന്റെ ഭാഗമായി ഡിജിറ്റൽ ഡെറ്റോക്സ് ചലഞ്ച്, ലഹരി വിരുദ്ധ പ്രതിജ്ഞ, പോസ്റ്റർ മത്സരങ്ങൾ, ലഹരി ജീവിതത്തിന്റെ ശത്രു എന്ന വിഷയത്തിൽ പ്രസംഗ മത്സരം, ക്വിസ് മത്സരം, സയൻസ് ബിഗിൻ, ആൽക്കഹോൾ ഫ്രം ജസ്റ്റിസ് ടു ആൽക്കഹോൾ എന്ന വിഷയത്തിൽ പ്രോജക്ട് മത്സരം, 1 സ്റ്റുഡന്റ് 1 മെസ്സേജ് പ്രവർത്തനം, രക്ഷിതാവ് വിദ്യാർത്ഥി സംവാദം, ഡ്രഗ് ഫ്രീ ജനറേഷൻ ഒപ്പുശേഖരണ ക്യാമ്പയിൻ, ലേഖനങ്ങൾ, കവിതകൾ, ചിത്രങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയ ചുമർപത്രിക, ലഹരിക്കെതിരെയുള്ള കുട്ടിച്ചെങ്ങല, നോ ഡ്രഗ്സ് എന്ന മനുഷ്യലോക നിർമ്മാണം, ലഹരി വിരുദ്ധ മെഗാ അസംബ്ലി എന്നിവ സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഓഫറിന്റെ ഗോളാരവമൊരുക്കി തൊടുപുഴ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ്. 2026 വേൾഡ് കപ്പിനോടനുബന്ധിച്ച് 26ന്റെ ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഞായറാഴ്ച വരെയുള്ള ഓഫർ മഴയിൽ നിരവധി ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. വേൾഡ് കപ്പ് ഓഫർ ഒരുക്കി ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ്. 2026 വേൾഡ് കപ്പിനോടനുബന്ധിച്ച് 26ന്റെ ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഓഫറിന്റെ ഭാഗമായി 26 രൂപയ്ക്ക് 1/2 കിലോ ടേസ്റ്റിനി പ്ലസ് പുട്ടുപൊടി, സോഫി സാനിറ്ററി നാപ്കിൻ, 9 വാട്ട് എവറിഡേ ബൾബ്, പാല്, 1/2 കിലോ ഗ്രീൻ പീസ്, 100 ഗ്രാം ബോധിനി ചിക്കൻ മസാല സാമ്പാർ പൊടികൾ, ടേസ്റ്റിനി പ്ലസ് പിക്കിൾ, നെസ്ലെ മാഗി എന്നിവ സ്വന്തമാക്കാം. കൂടാതെ പകുതി വിലയ്ക്ക് ബോധിനി അപ്പം, പുട്ട്, ആട്ടാപ്പൊടികൾ, നിറബറ മീറ്റ് ചിക്കൻ പൊടികൾ, സന്തൂർ തുടങ്ങിയവയും ലഭ്യമാണ്. പൊടിയരി 28.9 രൂപ മുതൽ, പച്ചരി 29.30, തേങ്ങ 42.90, മുട്ട 3.90, പഴം വെളിച്ചെണ്ണ 235, റെഡ് ലേബൽ ചായപ്പൊടി 199, അജ്മി റൈസ് പൗഡർ 279 രൂപയ്ക്ക്, 4 കിലോ ഏരിയൽ 599, കംഫർട്ട് 185 രൂപയ്ക്ക്, വിം ലിക്വിഡ് 165 എന്നിങ്ങനെയാണ് മറ്റുള്ള ഓഫറുകൾ. ഇരുപത്താറ്, 27, 28 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നമ്മൾ FIFA 2026 എന്ന് പറയുന്ന ഓഫർ നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ലോകകപ്പിന്റെ ആരവം നമ്മുടെ ക്രിസ്റ്റലിലേക്കും കൊണ്ടുവരാനുള്ള ഒരു പ്രയത്നത്തിലാണ് നമ്മൾ. അതിനായിട്ട് നമ്മളെ എല്ലാ സ്റ്റാഫുകളെയും, നമ്മുടെ കൂടെയുള്ള 130 സ്റ്റാഫുകൾക്കും അവർക്ക് ഇഷ്ടമുള്ള ജേഴ്സി ധരിക്കാനും അവരുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാനും അതിന്റെ ഒരു ഓളം ഇവിടെ കൊണ്ടുവരാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ബേസിസിൽ നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ 26 രൂപയ്ക്ക്
വളരെ ഒത്തിരി ഐറ്റംസ് നമ്മൾ 26 രൂപയ്ക്ക് കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ റേറ്റിൽ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ മറ്റനവധി ഓഫറുകൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ വീക്കെൻഡിൽ ഒത്തിരി ഓഫറുകൾ നമ്മൾ കസ്റ്റമേഴ്സിനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ വന്ന് അത് പർച്ചേസ് ചെയ്യാനും അത് അനുഭവിക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ ബാക്ക് ടു സ്കൂൾ എന്ന ക്യാമ്പയിൻ ലാസ്റ്റ് മന്ത് നടന്നിരുന്നു. ആ ക്യാമ്പയിൻ്റെ സമ്മാന അർഹരായ വ്യക്തികൾക്ക് ഇന്നായിരിക്കും സമ്മാനം നൽകുന്നതും. അപ്പോൾ ഈ വേദിയിൽ വെച്ചിട്ടാണ് നമ്മൾ സമ്മാനം കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മൾ FIFA 2026 എന്ന ഈ ഓഫർ ക്യാമ്പയിനിലേക്ക്, വെള്ളി ശനിയിൽ നടക്കുന്ന ഓഫർ ക്യാമ്പയിനിലേക്ക് എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഇതിനു പുറമെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേൾഡ് കപ്പ് ഫുട്ബോൾ ടീമിന്റെ ജേഴ്സി അണിഞ്ഞെത്തി ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും 499 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സമ്മാനവും നൽകുന്നതാണ്. ഞായറാഴ്ച വരെയാണ് ഓഫറുകൾ ഉള്ളത്. കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴയിൽ 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടത്തി. യോഗാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽദോസ് ബേബി നിർവഹിച്ചു. യുവാ ക്ലബ് പ്രസിഡന്റ് KACB അധ്യക്ഷത വഹിച്ചു. നാഷണൽ ആയുഷ് മിഷൻ, കുട്ടമ്പുഴ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി, കുട്ടമ്പുഴ ആയുഷ് മൊബൈൽ മെഡിക്കൽ യൂണിറ്റ്, യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആൻഡ് ലൈബ്രറി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടത്തിയത്. കുട്ടമ്പുഴ ട്രൈബൽ ഷെൽട്ടറിൽ നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണം കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽദോസ് ബേബി ഉദ്ഘാടനം ചെയ്തു. കുട്ടമ്പുഴ ഹോമിയോ ഡിസ്പെൻസറികളുടെയൊക്കെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് യോഗാ ദിനം ആചരിക്കുന്നത്. യോഗയുടെ പ്രാധാന്യം വരും നാളുകളിൽ കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് യോഗയ്ക്ക് വലിയ പങ്കുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ആരും തന്നെ യോഗയിലേക്ക് കടന്നു വന്നിട്ടില്ല. ചെറുപ്പകാലത്ത് ഫുട്ബോൾ കളിക്കാൻ നേരത്തേക്കുള്ള ഒരു എക്സസൈസ് മാത്രമായിരുന്നു നിലവിൽ നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ യോഗയ്ക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തന്നെ യോഗയെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. യോഗയ്ക്ക് വേണ്ടി യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആൻഡ് ലൈബ്രറി പ്രസിഡന്റ് KACB അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി സൈമൺ, പഞ്ചായത്ത് മെമ്പർമാരായ അരുണിമ ബിനീഷ്, റോബിൻ സാബു, MG സനോജ്, കവിത ഗോപകുമാർ എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് കോതമംഗലം ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടർ അഞ്ജലി കൃഷ്ണൻ യോഗാദിന സന്ദേശം നൽകി യോഗ പരിശീലനം നൽകുകയും ചെയ്തു. യോഗ ഡാൻസും ഇതോടൊപ്പം അവതരിപ്പിച്ചു. മൂവാറ്റുപുഴ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിലെ ഡോക്ടർ അച്ചു ജോയ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തുടർന്ന് BP, ഷുഗർ പരിശോധന ഉൾപ്പെടുത്തി ഹോമിയോ മെഡിക്കൽ ക്യാമ്പും നടത്തി. ഡോക്ടർ ജോമോൻ ക്യാമ്പ് നിയന്ത്രിച്ചു. ഡോക്ടർ ആർദ്ര, ADS പ്രസിഡന്റ് ബീന ബേബി, യുവ വനിതാ വിംഗ് പ്രസിഡന്റ് റിമി ഫ്രാൻസിസ്, CDS മെമ്പർ രാജൻ, യുവ ക്ലബ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുമേഷ്, അനു, ജിബിൻ, മായ, രഞ്ജു, ജെസി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പിണ്ടിമന ഗവൺമെന്റ് UP സ്കൂളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു. വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനം പിണ്ടിമന വെറ്ററിനറി സർജനായ ഡോക്ടർ വിക്ടോ നാടമുറിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ജലത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും ശുദ്ധജലം ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും അദ്ദേഹം കുട്ടികളോട് വിശദീകരിച്ചു. കുടിവെള്ളം ശുദ്ധമായിരിക്കണം. ജലം മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും അവകാശമാണ് തുടങ്ങിയ ആശയങ്ങളിലൂന്നി വിദ്യാർത്ഥികൾക്ക് ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ബിർബാഗ് അനിമൽ ഹെൽത്ത് ഇന്ത്യ ലിമിറ്റഡ് CSR ഫണ്ട് ഉപയോഗിച്ച് പിണ്ടിമന ഗവൺമെന്റ് UP സ്കൂളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു. വാട്ടർ പ്യൂരിഫയർ പിണ്ടിമന വെറ്ററിനറി സർജനായ ഡോക്ടർ വിക്ടോ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. നന്നായിട്ട് വെള്ളം കുടിക്കുക കേട്ടോ, ആരോഗ്യം നിലനിർത്തുക. ലഹരി
പുകവലിയല്ല ഉപേക്ഷിക്കുക, വളർന്നു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ഉദ്ഘാടനത്തിലേക്ക് നീങ്ങാം. ജലത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും ശുദ്ധജലം ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും അദ്ദേഹം കുട്ടികൾക്ക് വിശദീകരിച്ചു നൽകി. വിർബാക് പ്രതിനിധി ഷിൻഡോ തോമസ്, വെറ്റിനറി സ്റ്റാഫ് ഉണ്ണികൃഷ്ണൻ, അധ്യാപകൻ ദീപൻ വാസു എന്നിവർ സംസാരിച്ചു. ഹെഡ്മിസ്ട്രസ് ലിജി വി പോൾ സ്വാഗതവും SMC ചെയർപേഴ്സൺ നിത്യ വിൽസൺ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കാളിയാർ സെന്റ് മേരീസ് സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി വൈവിധ്യമാർന്ന പരിപാടികളാണ് സ്കൂളിൽ സംഘടിപ്പിച്ചത്. കാളിയാർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ KG പ്രതീഷ് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ ലൂസി ജോർജ് ലഹരി വിരുദ്ധ സന്ദേശം നൽകുകയും ലഹരിക്കെതിരെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സോഷ്യൽ വർക്ക് ക്ലബ്, നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ദിനാചരണം നടത്തിയത്. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിനായി വൈവിധ്യമാർന്ന പരിപാടികളാണ് സ്കൂളിൽ ഒരുക്കിയത്. കാളിയാർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ KG പ്രതീഷ് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ ലൂസി ജോർജ് വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ സന്ദേശം നൽകുകയും ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. ലഹരി വിരുദ്ധ പോസ്റ്റർ പ്രകാശനം, വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത ലഹരിക്കെതിരായ കയ്യൊപ്പ് ക്യാമ്പയിൻ തുടങ്ങിയവ പരിപാടിയുടെ ഭാഗമായി നടന്നു. മയക്കുമരുന്ന് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും അവയുടെ ഉൽപാദനം. സ്കൂളിലെ സ്കൗട്ട് മാസ്റ്റർ ബിജു ജോസഫ്, ഗൈഡ് ക്യാപ്റ്റനും സോഷ്യൽ വർക്ക് ക്ലബ് കോർഡിനേറ്ററുമായ ജൂലിൻ ജോസ്, NSS പ്രോഗ്രാം ഓഫീസർ റെക്സി ടോം, അധ്യാപകരായ ആൻമേരി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അന്തർദേശീയ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം പ്രിൻസിപ്പൽ ഫാദർ പോൾ ചൂരത്തൊട്ടി ഉദ്ഘാടനം ചെയ്തു. KSSS പ്രോഗ്രാം കോർഡിനേറ്റർ ജോൺസൺ കറുകപ്പള്ളിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ലഹരിയെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തി ശരിയായ ജീവിതം പടുത്തുയർത്താൻ ഇളം തലമുറയെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കോതമംഗല രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അന്തർദേശീയ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം പ്രിൻസിപ്പൽ ഫാദർ പോൾ ചൂരത്തൊട്ടി ഉദ്ഘാടനം ചെയ്തു. ലഹരിയെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി അദ്ദേഹം എടുത്തു പറഞ്ഞു. Celebrate the anti-narcotic day tomorrow, 26th. Tomorrow is a holiday, so we have anticipated that program for today. So today we have organized this particular day celebration, and in connection to the anti-narcotic day celebration, we have organized a wonderful magic show program for the students. KSSS പ്രോഗ്രാം കോർഡിനേറ്റർ ജോൺസൺ കറുകപ്പള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രശസ്ത മജീഷ്യൻ ജോയ്സ് മുക്കടം വിവിധതരം മാജിക്കിലൂടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി. 500ഓളം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി മങ്ങാട്ടുകോല ബസ് സ്റ്റാൻഡിൽ നിന്നും ന്യൂമാൻ കോളേജിലേക്ക് ലഹരി വിരുദ്ധ സന്ദേശ റാലിയും ന്യൂമാൻ കോളേജ് ഹാളിൽ വെച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും നടത്തി. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരിക്കായി വേദന സംഹാരികൾ തേടി യുവാക്കൾ. ക്യാൻസർ ബാധിതർക്ക് നൽകുന്ന വേദന സംഹാരി ഗുളികകൾ ഉപയോഗിച്ച യുവാക്കൾ പിടിയിൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇടുക്കി നെടുങ്കണ്ടം പോലീസ് നടത്തിയ പരിശോധനയിലാണ് 3 യുവാക്കൾ പിടിയിലായത്. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. നിയമസഭാ ചീഫ് അബു ജോൺ ജോസഫ് MLA തീ തെളിയിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ക്ലബ് ഓഫ് LA തൊടുപുഴയുടെ സ്ഥാനാരോഹണ ചടങ്ങും സർവീസ് പ്രോജക്ട് ഉദ്ഘാടനവും നടത്തി. സ്ഥാനാരോഹണ ചടങ്ങിന്റെ ഉദ്ഘാടനം LCF ഏരിയ ലീഡർ അഡ്വക്കേറ്റ് V അമർനാഥ് നിർവഹിച്ചു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ വിപുലമായ രീതിയിൽ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസിയ ST ഉദ്ഘാടനം നിർവഹിച്ചു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.